പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്ക് നാമത്തിൽ വന്ദനം. ഇന്ന് ഈ നോയമ്പിൻ്റെ സമയത്ത് നമ്മൾ വീണ്ടും ഒരു പുതിയ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16 തൊട്ട് 26 വരെ ഉള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ 16 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു യേശു മശിഹ ഒരു യാത്രയിലായിരുന്ന സമയത്ത് ഒരു ധനവാനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നു. അതായത് മത്തായിയുടെ സുവിശേഷം 16 വാക്യത്തിൽ പറയുന്നുണ്ട്, ഗുരു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ അനന്ത ജീവനം അല്ലെങ്കിൽ ഇറ്റർണൽ ലൈഫ് കിട്ടുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പം എന്താ വെച്ചാൽ ആ ബാലൻ ഉണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ ഒരു റിലീജിയസ് മൈൻഡിൽ കൂടെ പോകുന്നതും ഈ എല്ലാ വ്യവസ്ഥകളും അത് മാനിച്ച് ജീവിതം ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞാൽ അവന് യഹോവയുടെ എറ്റർണൽ ലൈഫിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നാണ് അത് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് യേശുക്രിസ്തു അവരോട് പറയുന്നത് ഇതാണ് വെച്ചാൽ, നീ മത്തായിയുടെ സുവിശേഷം 19 തൊട്ട് 19 വരെ ഉള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ അത് പറയും, നീ യഹോവയുടെ ഓർഡറിനെ പാലിച്ച് ജീവിക്കുക. അതായത് ഒരാളെ കൊല ചെയ്യാതിരിക്കുക, വ്യഭിചാരം ചെയ്യാതിരിക്കുക, മോഷണം ചെയ്യാതിരിക്കുക, മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അയലോക്കത്തുള്ളവരെ സ്നേഹം കാണിക്കുക. ഇത് നമ്മൾ എക്സോഡസിൻ്റെ അകത്ത് 20 അധ്യായം 12 തൊട്ട് 16 വരെയുള്ള 10 കൽപ്പനകൾ നമുക്ക് തന്നിട്ടുള്ള പഴയ നിയമത്തിൽ ആ കൽപ്പനകൾ ആണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആ കൽപ്പനകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം യഹോവ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ജീവിക്കുമ്പം പവിത്രമായ ജീവിതം, അതായത് പാപമില്ലാത്ത ജീവിതം ജീവിക്കാനായിട്ടാണ് യേശുക്രിസ്തു യഹോവ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നത്, അത് നമ്മുടെ മനസ്സിനെ എങ്ങനെ പരീക്ഷിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അതായത് 19 അധ്യായത്തിൽ 20-21 നമ്മൾ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ ഇതെല്ലാം ഓർഡറിനെ യഹോവയുടെ എല്ലാ ആജ്ഞകളും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് എന്ന്. അപ്പോഴാണ് യേശുക്രിസ്തു പറയുന്നത്, നിനക്ക് ഈ യഹോവയിൽ നീ പൂർണ്ണ സമർപ്പിതരായിട്ട് നിന്നെ സിദ്ധനായി മാറണമെന്നുണ്ടെങ്കിൽ നീ പോയി നിൻ്റെ വസ്തുക്കളെല്ലാം വിറ്റ് നീ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും കൊടുത്തേച്ച് എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് പറയുന്നു. അപ്പം ഇതിൻ്റെ അർത്ഥം എല്ലാവരും പോയി വസ്തു വിറ്റിട്ട് യേശുക്രിസ്തുവിൻ്റെ പുറകെ പോകണമെന്നല്ല അതിൻ്റെ മീനിങ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ധനത്തിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്, യഹോവയല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഹോവയുടെ നമ്മൾ ദൂരം മാറിപ്പോകുന്നു. ആ ചെറുപ്പക്കാരുടെ മനസ്സിലും ധനം അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തായിരുന്നു അവൻ്റെ മുൻപിൽ നിന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 21 പറയുന്ന എന്തുവാണ്, എവിടെ നിൻ്റെ ധനമുണ്ടോ അവിടെ നിൻ്റെ മനസ്സുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരൻ്റെ ധനവും സമ്പത്തും ഉള്ളപ്പോൾ അവൻ്റെ മനസ്സ് യഹോവയിലേക്കല്ല, അവൻ്റെ മനസ്സ് മൊത്തം ആ ധനത്തിലേക്കാണ്, ആ സ്വത്തിലേക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 22 തൊട്ട് 24 വരെയുള്ള വായിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഇതെല്ലാം കേട്ടിട്ട് അവന് നിരാശനായിട്ട് അങ്ങ് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് യേശു അവനോട് പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ഒരു പോരാട്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അവന് നമ്മൾ അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഒട്ടകം സൂര്യയുടെ നൂലിടുന്ന കിഴുത്തയിൽ നിന്ന് കൂടെ ഇറങ്ങാൻ വളരെ ഈസിയാണ്, പക്ഷെങ്കിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ കഠിനമാണ്, അത് പോസിബിളല്ല എന്ന് പറയുന്നതിനർത്ഥം, അതായത് ഒരു
സൂചിമനയിൽ കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല. അതിനേക്കാട്ടിലും കഠിനമാണ് ഈ പറയുന്ന ധനവാൻ സ്വർഗരാജ്യത്തിലെത്തുവാണ് അവർക്ക്. അപ്പോൾ അത്രമാത്രം പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്താ വെച്ചാൽ അവൻ എപ്പോഴും വരെ അവൻ ധനവാൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് ആ സ്വത്തും സമ്പത്തിനെയും അവൻ ഇഷ്ടപ്പെട്ട് അവൻ ജീവിക്കുന്നു. അവന് അതിനോടുള്ള താല്പര്യമുണ്ടോ അതുവരെ അവന് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ അവന് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ധനമല്ല നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ധനത്തിനോടുള്ള ആ താല്പര്യമാണ്, യഹോവയെ വിട്ടിട്ടുള്ള താല്പര്യമാണ്. 1 തീമോഥെയോസ് 6-ാം 10-ാം വാക്യത്തിൽ പറയുന്ന ധനത്തിനോട് നമ്മൾ ആർത്തി കാണിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വൃത്തികേടുകളിലും എല്ലാ മോശമായ കാര്യങ്ങളുടെയും ഒരു വേരവിടെ ആണ് ഉൽപ്പതിക്കുന്നത്. ഈ ധനത്തിൽ കൂടാണ് നമ്മൾ ലോകത്തിൽ നമ്മൾക്ക് എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എല്ലാ വൃത്തികേടുകളും അവിടെ വെച്ച് നമ്മൾ അതിനെ മുളച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ച് പഠിക്കുന്നത്. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ യഹോവയിൽ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 19-ാം 25-26 വാക്യത്തിൽ പറയുമ്പോൾ അപ്പം രക്ഷ എങ്ങനെ പ്രാപിക്കാമെന്ന് ആ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഒരാൾ രക്ഷ പ്രാപിക്കുമെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്നത് മനുഷ്യൻ ഈ കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, യഹോവയ്ക്ക് മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല കാര്യം കണ്ട് ചെയ്യുന്ന പ്രവൃത്തി കണ്ട് നമുക്ക് 10 കൽപ്പനകൾ നമ്മൾ പാലിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യഹോവയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് യഹോവയുടെ കൃപ നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ കൃപ നമ്മളിലേക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. എഫീസ്യസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-9 വരെ വായിക്കുമ്പോൾ നമ്മുടെ കൃപയെ കണ്ട് വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുന്നു. ഇതാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് കൃപ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസവും ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയും ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. യഹോവ നമുക്ക് ഇതിനകത്ത് മെയിൻ പഠിക്കാനുള്ള യഹോവ നമ്മുടെ ഹൃദയത്തിനെയാണ് പരിശോധിക്കുന്നത്. ധനം കൊണ്ട് നമ്മുടെ ഈ ലോകത്തിലുള്ള ധനങ്ങളും കാര്യങ്ങളും കൊണ്ട് യഹോവയെക്കാട്ടി വലുതാക്കി നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല. നമുക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ യഹോവയുടെ കൃപ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടും. അപ്പോൾ യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ആദ്യം മുൻപിൽ നിർത്തുന്ന യഹോവയായിരിക്കും മുൻപിൽ നിർത്തുന്നത്. അങ്ങനെയുള്ള ശിഷ്യന് മാത്രമേ കൃപ ലഭിക്കത്തുള്ളൂ, എല്ലാ സ്വത്തുക്കളും അവൻ്റെ കൈ വരത്തുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അവൻ്റെ ഒരു സഞ്ചിക്കകത്ത് നിറച്ച് കല്ലുകളുണ്ട്. പക്ഷേ വേറെ ഒരു വ്യക്തി അവനോട് പറയട്ടാ, നീ ആ കല്ലിൻ്റെ സഞ്ചി തന്നേര്, ഞാൻ നിനക്ക് സ്വർണത്തിൻ്റെ സഞ്ചി തരാം. പക്ഷേ അവൻ അത് കൊടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പയ്യനും അത് തന്നെയാണ് ഇവിടെ കാണിച്ചത്. ധനവാൻ അവൻ ഈ ലോകത്തുള്ള ധനവും സമ്പത്തും എല്ലാം ഈ കല്ലിൻ്റെ രൂപത്തിൽ ഒരു സഞ്ചിക്കകത്ത് അവൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവൻ അത് കൊടുത്തിട്ട് യഹോവയുടെ സ്വർണമായിട്ടുള്ള സ്വർണത്തിൻ്റെ രൂപത്തിലുള്ള യഹോവയുടെ രാജ്യം പ്രാപിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനത് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവന് ഈ എറ്റർണൽ ലൈഫ് അവന് കിട്ടാനായിട്ട് അവൻ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ നമുക്ക് ദൈവം തരാൻ തയ്യാറാണ്. സഞ്ചിക്കകത്ത് നമുക്ക് നമ്മുടെ കയ്യിലെ കല്ലുകളും മുള്ളുകളും അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും യഹോവ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ അത് യഹോവയുടെ സ്വർണത്തിൻ്റെ രാജ്യത്തിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അതാണ് ഇവിടെ വെച്ച് കാണപ്പെടുന്നത്. ഒരു ധനവാനായിട്ടുള്ള ഒരു വ്യവസായി ഒരു സേവകൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നു, പുള്ളി എങ്ങനെയോ കേട്ടു, എന്താ വെച്ചാൽ യഹോവയുടെ രാജ്യത്തിലാണ് യഥാർത്ഥ സന്തോഷമെന്ന്, ആനന്ദം. അപ്പം അദ്ദേഹം ചെന്ന് ചോദിക്കുന്നു, എനിക്ക് ഈ ആനന്ദം കിട്ടാനായിട്ട് ഞാൻ യഹോവയെ സ്വീകരിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അന്നേരം അത് പറഞ്ഞു, നീ എൻ്റെ ജീവിതത്തിൽ യഹോവയെ ഉണ്ടല്ലോ ആദ്യം മുൻനിരയിൽ നിർത്തിക്കൊണ്ട് നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ ബിസിനസ്, എൻ്റെ പൈസ, എൻ്റെ ഭൂമി, ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന്. അപ്പം പറഞ്ഞു, എപ്പം വരെ നീ ഇപ്പോൾ യഹോവയിൽ നീ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിനെ വലുതാക്കി വെക്കുന്നില്ല, ഈ സ്വത്തുക്കളെ കാട്ടി മുൻപിൽ വയ്ക്കുന്നില്ല, അപ്പോൾ വരെ നിനക്ക് സ്വർഗരാജ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യാപാരി അത് മനസ്സിലാക്കി അദ്ദേഹത്തിന്
മനസ്സിലായി കഴിഞ്ഞു, ധനമല്ല വലുത്, യഹോവയാണ് വലുത്, അപ്പോൾ മാത്രമേ സ്വർഗരാജ്യം കിട്ടുകയുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായി. ഈ 26-ാമത്തെ ഉപവാസത്തിൻ്റെ സമയത്ത് നമുക്ക് നമ്മുടെ ആത്മപരീക്ഷണം ചെയ്യേണ്ടതും നമുക്ക് പശ്ചാത്തപിക്കേണ്ടതും ആവശ്യമാണ്. യഹോവയുടെ അടുത്തേക്ക് നമുക്ക് ചേർന്നിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. നിരന്തര പ്രാർത്ഥനയിലും ഒരുങ്ങി നിൽക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഈ 26-ാമത്തെ ഈ ദിവസത്തെ ഈ നമ്മുടെ ഈ ഉപവാസത്തിൻ്റെ ഈ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് യഹോവയ്ക്ക് ആദ്യ സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഈ ഉപവാസ സമയത്ത് നമുക്കിത് കണ്ടുപിടിക്കണം. നമ്മളെങ്ങനെ ധനത്തെ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി യഹോവയെ നമ്മൾ പൂർണ്ണ സ്ഥാനം കൊടുക്കുക. നമ്മളങ്ങനെ പ്രാഥമികമായിട്ട് പ്രൈമറി ആയിട്ട് നമ്മൾ യഹോവയാണോ നമ്മൾ മുൻനിരയിൽ നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ പുറയിലേക്ക് നമ്മൾ നടക്കാനായിട്ട് ബാധ്യസ്ഥരാകും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ പറയുന്നത്, ആദ്യം നമ്മൾക്ക് യഹോവയുടെ രാജ്യം പ്രാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രക്ഷയുടെ മാർഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഈ നേളി പറഞ്ഞ ഈ പ്രചാരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം മേടിച്ചാലും എല്ലാം സമ്പാദ്യം ഉണ്ടാക്കിയാലും പക്ഷേ യഹോവയെ നമുക്ക് മുൻനിരയെ നിർത്തുന്നില്ലെങ്കിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതമാണ് നമ്മുടേത്. അതുകൊണ്ട് നമുക്ക് യഹോവയെ ആദ്യം മുൻനിരയെ നിർത്തി കഴിയുമ്പോൾ നമുക്കെല്ലാ സ്വത്തുകളും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നു. അപ്പോൾ യഹോവ മുൻനിരയിൽ നമ്മൾ നിർത്തിയിട്ട് മറ്റുള്ള ഭൗതികപരമായ സുഖങ്ങളും സ്വത്തുക്കളിനെയൊക്കെ പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ, യഹോവയുടെ വചനപ്രകാരം ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ വചനം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കലീശയ്ക്കും എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കട്ടെ, ശുദ്ധീകരണത്തിലേക്കാട്ടെ നമ്മൾ യഹോവയെ മുൻകരയിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഓർത്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.